Welcome to NRI World. ഗാസയിലെ പോരാട്ടത്തിന് കാനഡയുടെ പിന്തുണ. കൊടും ക്രൂരത തുടരുന്ന ഇസ്രയേലിന് ആയുധങ്ങൾ വിൽക്കാനുള്ള കരാറുകൾ റദ്ദാക്കിയിരിക്കുകയാണ് കാനഡ. 30ഓളം കരാറുകളാണ് താൽക്കാലികമായി നിർത്തിയത്. ഗസയിൽ നടക്കുന്ന കൊടും ക്രൂരതകളും മനുഷ്യത്വരഹിത പ്രവൃത്തികളും കണ്ടു നിൽക്കാനാവില്ലെന്നും അതിനാൽ ആയുധ വിൽപ്പന നിർത്തുകയാണെന്നും കാനഡ അറിയിച്ചിരിക്കുകയാണ്. പുതിയ ആയുധ പെർമിറ്റുകൾ അനുവദിക്കുന്നത് ജനുവരിയിൽ തന്നെ കാനഡ നിർത്തിയിരുന്നെങ്കിലും നേരത്തെ അനുമതി നൽകിയവ തുടരുകയായിരുന്നു. കനേഡിയൻ നിർമ്മിത ആയുധങ്ങൾ ഗസ മുനമ്പിൽ ഉപയോഗിക്കാൻ നൽകില്ലെന്നതാണ് രാജ്യത്തിന്റെ നയമെന്ന് കനേഡിയൻ വിദേശകാര്യമന്ത്രി മെലാനി ജോളി പറഞ്ഞു. ഇസ്രായേൽ പ്രതിരോധ സേനയിലേക്ക് ക്യൂബക് നിർമ്മിത വെടിമരുന്നുകൾ അയക്കുന്നതിനുള്ള US സർക്കാരുമായുള്ള കരാറും കാനഡ തടയുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു. കാനഡ ഏറ്റവും കൂടുതൽ ആയുധ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇസ്രായേൽ. 2021 $26 മില്യൺ ആയുധങ്ങളാണ് ഇസ്രായേലിലേക്ക് കയറ്റുമതി ചെയ്തത്. 2022 ഇത് $21 മില്യൺ ആയിരുന്നു. സിംഗപ്പൂരിൽ UPI പേയ്മെന്റ് സംവിധാനം വിപുലീകരിക്കുന്നതിന് ലിക്വിഡ് ഗ്രൂപ്പുമായി പങ്കാളിത്തം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫോൺപേ. ഇന്ത്യൻ യാത്രക്കാർക്ക് മെച്ചപ്പെട്ട പേയ്മെന്റ് സൗകര്യം ലഭ്യമാക്കുന്നതിനാണിത്. ഫോൺപേ ഉപയോക്താക്കൾക്ക് സിംഗപ്പൂരിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ പേയ്മെന്റുകൾ നടത്താൻ പുതിയ സംവിധാനം വഴി സാധിക്കും. ലിക്വിഡ് ഗ്രൂപ്പിന്റെ വിപുലമായ വ്യാപാര ശൃംഖലയിൽ UPI വഴി സ്കാൻ ചെയ്യാനും പണമടയ്ക്കാനും യാത്രക്കാർക്ക് ഇപ്പോൾ അവരുടെ ഫോൺപേ ആപ്പ് ഉപയോഗിക്കാം. ചാങ്കി എയർപോർട്ട്, ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകൾ, ജനപ്രിയ റെസ്റ്റോറന്റുകൾ, ബാറുകൾ, കൊക്കോ ട്രീസ്, ഹാർഡ് റോക്ക് കഫേ തുടങ്ങിയ പ്രശസ്തരായ റീറ്റെയിലർമാർ ഉൾപ്പെടെ വിനോദസഞ്ചാരികൾ പതിവായി വരുന്ന പ്രധാന സ്ഥലങ്ങളിൽ ഈ QR കോഡുകൾ ലഭ്യമാകും. ഉപയോക്താക്കൾക്ക് തടസ്സമില്ലാത്തതും സുതാര്യവുമായ ഇടപാടനുഭവം ഉറപ്പാക്കിക്കൊണ്ട് പേയ്മെന്റുകൾ ഇന്ത്യൻ രൂപയിൽ പ്രോസസ് ചെയ്യുന്നതാണ്. ഇന്ത്യൻ യാത്രക്കാർക്കും സിംഗപ്പൂരിലെ NRIകൾക്കും പ്രയോജനപ്പെടുന്ന മറ്റു UPI അടിസ്ഥാനമാക്കിയുള്ള ഫീച്ചറുകളും ഈ പങ്കാളിത്തം വാഗ്ദാനം ചെയ്യുന്നു. ഫോൺപേ ഉപയോക്താക്കൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം സ്വീകരിക്കുന്നതിന് പേ നൗ UPI റിയൽ ടൈം റെമിറ്റൻസ് കോറിഡോർ ഉപയോഗപ്പെടുത്താം. ഇതിനായി ബാങ്ക് അക്കൗണ്ട് നമ്പറുകളോ IFSC കോഡുകളോ ആവശ്യമില്ല. സിംഗപ്പൂർ ആസ്ഥാനമായുള്ള നോൺ റെസിഡന്റ് ഇന്ത്യക്കാർക്കും അവരുടെ NRI NRO ബാങ്ക് അക്കൗണ്ടുകൾ ലിങ്ക് ചെയ്ത് ഇന്ത്യയിലെ സേവനങ്ങളായ യൂട്ടിലിറ്റി ബില്ലുകൾ, മർച്ചന്റ് ഇടപാടുകൾ എന്നിവയ്ക്കായി പണമടയ്ക്കാൻ കഴിയും. ഫോൺപേയും ലിക്വിഡ് ഗ്രൂപ്പുമായുള്ള പങ്കാളിത്തം ഇന്ത്യൻ യാത്രക്കാർക്ക് വിദേശത്ത് അവരുടെ ഇഷ്ടപ്പെട്ട പേയ്മെന്റ് രീതി ഉപയോഗിക്കുന്നത് എളുപ്പമാക്കുന്നതാണ്. വിനോദസഞ്ചാര മേഖലയെ നവീകരിക്കുന്നതിനായി കൂടുതൽ ഇന്ത്യക്കാരെ ആകർഷിക്കാൻ പദ്ധതിയിടുകയാണ് ഒമാൻ. 1000 രൂപയ്ക്ക് 10 ദിവസത്തെ സന്ദർശക വിസയാണ് അനുവദിക്കുന്നത്. പ്രധാന ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നുള്ള വിമാന സർവീസുകൾ, ചെലവ് കുറഞ്ഞ താമസ സൗകര്യം, പൈതൃക സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അവസരം എന്നിങ്ങനെ ടൂറിസം മേഖലയെ ഉത്തേജിപ്പിക്കാനായി ഒമാൻ നിരവധി ആകർഷകമായ ഓഫറുകളാണ് നൽകുന്നത്. കൊച്ചിയിൽ നിന്ന് 2.5 മണിക്കൂർ വിമാനയാത്ര ചെയ്താൽ ഒമാനിലെത്താം. ടൂറിസം പദ്ധതിയുടെ ഭാഗമായി ഒമാൻ ടൂറിസം മന്ത്രാലയം പ്രധാന ഇന്ത്യൻ നഗരങ്ങളിൽ പ്രചാരണ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. പ്രചാരണത്തിന് പൊതുജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. നൂറിലധികം ഇന്ത്യൻ കമ്പനികളും ഒമാനിലെ 200-ലധികം ട്രാവൽ ആൻഡ് ടൂറിസം കമ്പനികളും പരിപാടിയിൽ പങ്കെടുത്തു. ഒമാനിലെ അതിമനോഹരമായ ബീച്ചുകളും മലകളും മരുപ്പച്ചകളും യാത്രക്കാരെ ആകർഷിക്കും. സ്കൂബ ഡൈവിംഗ്, കയാക്കിംഗ്,
സർഫിംഗ് എന്നിവയ്ക്കുള്ള ലോകോത്തര സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. സാഹസിക വിനോദസഞ്ചാരത്തിനും പ്രശസ്തമാണ് ഒമാൻ. രാജ്യത്തിന്റെ സമ്പന്നമായ ചരിത്രം കോട്ടകളിലും കൊട്ടാരങ്ങളിലും കാണാം. അൽ ആലം കൊട്ടാരവും ജബ്രിൻ കോട്ടയും വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടങ്ങളാണ്. ഇസ്രയേലിൽ ഇപ്പോൾ ഇന്ത്യക്കാർക്ക് വൻ തൊഴിൽ സാധ്യതയാണുള്ളത്. പുതിയതായി 10,000 പേരെ റിക്രൂട്ട് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അടിസ്ഥാന സൗകര്യ ആരോഗ്യ മേഖലകളിലെ തൊഴിലാളികളുടെ കുറവ് നികത്താൻ റിക്രൂട്ട്മെന്റ് ഡ്രൈവ് നടത്താൻ ഇസ്രയേൽ ഇന്ത്യയെ സമീപിച്ചു. നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ഇക്കാര്യം അറിയിച്ചത്. 1.92 ലക്ഷമാണ് പ്രതിമാസ ശമ്പളം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഹമാസ് ആക്രമണത്തെ തുടർന്ന് 1 ലക്ഷത്തിലധികം പലസ്തീനിയൻ തൊഴിലാളികൾക്ക് ഇസ്രയേലിൽ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. അതിനാൽ ഈ ഒഴിവ് നികത്താൻ ഇവർ ഇന്ത്യക്കാരെയാണ് പരിഗണിക്കുന്നത്. നിലവിൽ 5000 ഇന്ത്യക്കാരെ റിക്രൂട്ട് ചെയ്തതായി ഇസ്രയേൽ എംബസിയിൽ നിന്നുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലുള്ള സ്വകാര്യ ഏജൻസികൾ വഴിയാണ് റിക്രൂട്ട്മെന്റ് നടത്തിയത്. ഫ്രെയിം വർക്ക്, അയൺ ബെൻഡിംഗ്, പ്ലാസ്റ്ററിംഗ്, സെറാമിക് ടൈലിംഗ് തുടങ്ങിയ മേഖലകളിൽ ജോലി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിർമ്മാണ തൊഴിലാളികൾക്കായുള്ള 2ാം ഘട്ട റിക്രൂട്ട്മെന്റ് ഡ്രൈവ് മഹാരാഷ്ട്രയിൽ നടക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യയും ഇസ്രായേലും 2023 മെയ് മാസത്തിൽ ഇന്ത്യക്കാരുടെ താൽക്കാലിക തൊഴിൽ സംബന്ധിച്ച ഉടമ്പടി ആരംഭിച്ചതിനു ശേഷമാണ് കരാർ ഒപ്പിട്ടത്. ട്രസ്റ്റഡ് ടൂർ ഓപ്പറേറ്റേഴ്സ് സ്കീം ആരംഭിക്കാനുള്ള പദ്ധതിയിലാണ് ദക്ഷിണാഫ്രിക്ക. ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള സഞ്ചാരികളെ ലക്ഷ്യം വെച്ചാണ് ഈ നീക്കം. 2025 ജനുവരിയിൽ തന്നെ വിനോദസഞ്ചാര മേഖലയിൽ പുതിയ നീക്കങ്ങൾ നടത്താനാണ് ദക്ഷിണാഫ്രിക്ക പദ്ധതിയിട്ടിരിക്കുന്നത്. വിസ പ്രക്രിയ കാര്യക്ഷമമാക്കുക, തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക, ടൂറിസം മെച്ചപ്പെടുത്തുക എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് ട്രസ്റ്റഡ് ടൂർ ഓപ്പറേറ്റർ സ്കീം വഴി ലക്ഷ്യമിടുന്നത്. വിസ പ്രോസസിംഗ് കാര്യക്ഷമമാക്കിയ ട്രസ്റ്റഡ് എംപ്ലോയർ സ്കീമിന്റെ വിജയത്തെ തുടർന്നാണ് ഈ സംരംഭം. അംഗീകൃത ടൂർ ഓപ്പറേറ്റർമാർ ഗ്രൂപ്പ് വിസ അപേക്ഷകൾ കൈകാര്യം ചെയ്യും. വേഗത്തിലുള്ള പ്രോസസിംഗ് ഇതിലൂടെ ഉറപ്പാക്കാനാകും. ലോകത്തിലെ 2ാമത്തെ സമ്പദ് വ്യവസ്ഥയായ ചൈനയിൽ നിന്നും 5ാമതുള്ള ഇന്ത്യയിൽ നിന്നും സഞ്ചാരികളുടെ ഒഴുക്ക് വർദ്ധിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിന്റെ ഭാഗമാണിത്. നിലവിൽ അന്താരാഷ്ട്ര സന്ദർശകരിൽ 3.9% മാത്രമാണ് ഇന്ത്യൻ സന്ദർശകർ. ടൂറിസം പ്രതിവർഷം 10% വർദ്ധിപ്പിക്കുന്നതിലൂടെ വാർഷിക സാമ്പത്തിക വളർച്ച 0.6% വർദ്ധിപ്പിക്കാനും ദക്ഷിണാഫ്രിക്കക്കാർക്ക് 10,000-കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും കഴിയുമെന്നാണ് ഭരണകൂടത്തിന്റെ നിഗമനം. സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിന് കുട്ടികൾക്ക് കുറഞ്ഞ പ്രായപരിധി നിശ്ചയിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഓസ്ട്രേലിയ. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യം തകരാറിലാകുന്നത് കാരണമാണ് ഈ തീരുമാനം. കുട്ടികളെ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്ന് അകറ്റി ആരോഗ്യപരമായ കായിക ഇനങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. ഒഴിവു സമയം മൈതാനങ്ങളിലും നീന്തൽ കുളങ്ങളിലും ചെലവഴിക്കുന്ന കുട്ടികൾ ഇപ്പോൾ വളരെ കുറവാണ്. അതിനാൽ തന്നെ ഇവരുടെ ആരോഗ്യവും മോശമായി വരുന്ന പ്രവണതയാണ് കാണാൻ സാധിക്കുന്നത്. പ്രായപരിധി നിയമങ്ങൾ അവതരിപ്പിക്കുന്നതിന് മുൻപ് സർക്കാർ പ്രായം സ്ഥിരീകരണ ട്രയൽ നടത്തുമെന്ന് പ്രധാനമന്ത്രി ആന്റണി അൽബാനീസ് പറഞ്ഞു. കുറഞ്ഞ പ്രായം എത്രയെന്ന് വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും അത് 14-നും 16-നും ഇടയിലായിരിക്കുമെന്നാണ് സൂചന. സമൂഹ മാധ്യമങ്ങൾ സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനങ്ങളെക്കുറിച്ചുള്ള പാർലമെന്ററി അന്വേഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് അൽബാനീസ് പ്രായ നിയന്ത്രണ പദ്ധതി പ്രഖ്യാപിച്ചത്. നിയമം നടപ്പിലാക്കിയാൽ സമൂഹ മാധ്യമത്തിൽ പ്രായനിയന്ത്രണം ഏർപ്പെടുത്തുന്ന ലോകത്തിലെ ആദ്യ രാജ്യങ്ങളുടെ പട്ടികയിൽ ഓസ്ട്രേലിയ എത്തും. അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ പ്രായപരിധി നിശ്ചയിക്കുന്നത് ദോഷകരമായി ബാധിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRI ഡെസ്ക്. സൗദിയിൽ സ്വദേശികൾക്കും വിദേശികൾക്കും വാഹന വിൽപ്പന നടത്താൻ അബ്ഷീർ ആപ്ലിക്കേഷൻ പ്ലാറ്റ്ഫോം ഉപയോഗപ്പെടുത്താം. ഇതിനായി ട്രാഫിക് വകുപ്പ് ഓഫീസ് സന്ദർശിക്കേണ്ടതില്ല.
നിർമ്മാണ മേഖലയിലെ പുത്തൻ സാങ്കേതിക വിദ്യകളെ പരിചയപ്പെടുത്തുന്ന പ്രഥമ കോണ്ടെക് എക്സ്പോയ്ക്ക് ഖത്തർ വേദിയാകുന്നു. ആഗോള ടെക് ഭീമന്മാർ പങ്കെടുക്കുന്ന എക്സ്പോ 16, 17, 18 തീയതികളിൽ നടക്കും. UAEയിൽ പൊതുമാപ്പ് കാലയളവിൽ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും പിഴ ഇളവിനായി അപേക്ഷിക്കാം. മാനവ വിഭവശേഷി എമിറൈറ്റൈസേഷൻ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. നബിദിനം പ്രമാണിച്ച് ഈ മാസം 15-ന് UAEയിൽ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് പൊതു അവധി പ്രഖ്യാപിച്ചു. UAEയിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറെ കാലത്തിനു ശേഷമാണ് തിരുവോണ ദിവസം പൊതു അവധി വരുന്നത്. സഹേൽ ആപ്പ് വഴി താൽക്കാലിക താമസരേഖ പുതുക്കുന്നതിനുള്ള സേവനം ആരംഭിക്കുകയാണ് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം. ഫാമിലി വിസകളും ഗാർഹിക വിസകളും താൽക്കാലികമായി പുതുക്കുന്നതിനുള്ള സേവനമാണ് ഓൺലൈനായി ആരംഭിച്ചത്. ഇനി ഡെസ്റ്റിനേഷൻ. സഞ്ചാരികളുടെ പറുദീസയായ തുർക്കിയിലെ പമുക്കേലയുടെ വിശേഷങ്ങൾ അറിയാം. വേൾഡ് ഡിഷസ്. മെക്സിക്കൻ ദേശീയ വിഭവമായ ചിലസ് എൻ നൊഗാഡ. ഇതോടെ NRI വേൾഡ് സമാപിക്കുന്നു. നമസ്കാരം.